നമ്മൾ ഇന്ന് ഹൈഡ്രോസെഫാലസ് ആണ് നോക്കാൻ പോകുന്നത്. അബ്നോർമൽ അക്യുമുലേഷൻ ഓഫ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് CSF ഇൻ ഇൻട്രാക്രേനിയൽ സ്പേസ്. ഇൻട്രാക്രേനിയൽ സ്പേസിൽ ഈ ഒരു CSF ഫ്ലൂയിഡ് അബ്നോർമലായിട്ട് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. ഇതിന് ചിലപ്പോൾ കാരണമാകുന്നത് ഇംബാലൻസ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് CSF ആയിരിക്കും. അതായത് ഒന്നുകിൽ CSF കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ നോർമലായിട്ട് അബ്സോർപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു CSF പ്രൊഡക്ഷൻ നടക്കും, പക്ഷേ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് CSF പാത്വേ ആണ്. CSF പാത്വേ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ അവിടെ തന്നെ ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാൻ തുടങ്ങും. പിന്നെ ഇതൊക്കെ കാരണം ഡയലേഷൻ ഓഫ് ദ സെർബ്രൽ വെൻട്രിക്കിൾസും എൻലാർജ്മെന്റ് ഓഫ് ഹെഡും നടക്കുന്നത്. അടുത്തത് എത്തിയോളജി ഓഫ് ഹൈഡ്രോസെഫാലസ് ആണ്. കൺജനിറ്റലും മെക്യോർഡും ഉണ്ട്. കൺജനിറ്റൽ ഹൈഡ്രോസെഫാലസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രായൂട്രൈൻ ഇൻഫെക്ഷൻസ് ആണ്, ടോച്ച് ഇൻഫെക്ഷൻസ് വരുന്നത്. പിന്നെ കൺജനിറ്റൽ ബ്രെയിൻ ട്യൂമർ ഒബ്സ്ട്രക്റ്റിംഗ് ദി CSF ഫ്ലോ, അതായത് ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഈ ഒരു CSF ഫ്ലോനെ ഒബ്സ്ട്രക്ട് ചെയ്യും. ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഉണ്ട്. കൺജനിറ്റൽ മാൽഫോർമേഷൻ ഇതിൽ വരുന്നതാണ് ആർണോൾഡ് ചോർ മാൽഫോർമേഷനും ഡാൻഡി വാൾക്കർ അനോമലിയും. പിന്നെ വരുന്നത് അക്വേർഡ് ഹൈഡ്രോസെഫാലസ് ആണ്. ഇതിൽ വരുന്ന കോസസ് ആണ് ഇൻഫ്ലമേഷൻ, ഇതിലാണ് മെനിഞ്ചൈറ്റിസ് എൻസെഫലൈറ്റിസ് ഒക്കെ വരുന്നത്. പിന്നെ ട്രോമ, അതായത് എന്തെങ്കിലും ആക്സിഡൻസ്, ബർത്ത് ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി, ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഒക്കെ. പിന്നെ നിയോപ്ലാസം വരുന്നുണ്ട്, ഇതിലാണ് സബ്ഡ്യൂറൽ ഹെമറ്റോമ വരുന്നത്. ഇനി കെമിക്കൽ കോസസിലാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എ വരുന്നത്. പിന്നെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഉണ്ട്. ഹാർലർ സിൻഡ്രോം ഒക്കെ എക്സാമ്പിൾ ആണ്. നമുക്കിനി ഹൈഡ്രോസെഫാലസിന്റെ ടൈപ്സ് നോക്കാം. കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസെഫാലസും നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസെഫാലസും. ഇതിൽ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ ബ്ലോക്കേജ് ഒന്നും ഉണ്ടാവത്തില്ല. ഇതിൽ മറ്റേ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ ആയിരിക്കും പ്രോബ്ലം. അതായത് ഒന്നെങ്കിൽ ഫെയിലിയർ ടു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് CSF. ഇനി നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസെഫാലസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ അബ്സോർപ്ഷനും പ്രൊഡക്ഷനും ഒക്കെ നോർമൽ ആയിരിക്കും. ഇവിടെ അതിന് വലിയൊരു റോളില്ല. ഈ ഒരു ഒബ്സ്ട്രക്ഷൻ വെൻട്രിക്കുലർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ കാരണം ആ ഒരു CSF മുമ്പോട്ടേക്ക് പോകത്തില്ല. നമ്മൾ നേരത്തെ പറയാനുള്ള ഒരു കാര്യമാണ് CSFന്റെ സർക്കുലേഷൻ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡയറക്റ്റ് CSF പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത് ലാറ്ററൽ വെൻട്രിക്കിൾസിലോട്ടാണ്. അവിടുന്ന് തേർഡിലേക്കും പിന്നീട് ഫോർത്ത് പിന്നെ സർക്കുലേറ്റ് ചെയ്ത് പോയിട്ട് അവസാനം അരക്നോയിഡ് വില്ല വഴി അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. എക്സസീവ് എൻലാർജ്മെന്റ് ഓഫ് ഹെഡ് വലുതാകാൻ തുടങ്ങും. ഡിലേഡ് ക്ലോഷ് ഓഫ് ആന്റീരിയർ ഫോണ്ടനിൽ, ഇതൊരു ഡയമണ്ട് ഷേപ്പിന് നമ്മുടെ നെറ്റിയുടെ ആ ഭാഗത്ത് ഉണ്ടാവുന്നതാണ് ആന്റീരിയർ ഫോണ്ടനിലെ, അത് ക്ലോസ് ആവാൻ ഡിലേ ആകും. പിന്നെ സയൻസ് ഓഫ് ഇൻക്രീസ്ഡ് ICP, ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നതിന്റെ സയൻസ്. ആൾട്രേഷൻ ഓഫ് മസിൽ ടോൺ ഓഫ് എക്സ്ട്രീമിറ്റീസിന്റെ മസിൽ ടോൺ കൂടുന്നത് അല്ലെങ്കിൽ മാറുന്ന സ്പാസിറ്റി ഉണ്ടാകും. പിന്നെ ഡിലേഡ് ഇൻ ഹെഡ് ഹോൾഡിംഗ് ഓഫ് ദി ഇൻഫൻസ്, അതായത് ഈ ഇൻഫൻസ് ഹെഡ് കൺട്രോൾ അറ്റൈൻ ചെയ്യാൻ ഡിലേ ആകും. പിന്നെ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദി സൈസ് ഓഫ് ഹെഡ്, അതായത് പിന്നീട് ഗ്രാജുവൽ ആയിട്ട് കൂടും. ഫസ്റ്റ് ഒക്കെ നല്ലോണം എക്സസീവ് ആയിട്ട് കൂടും. പിന്നെ പ്രൊട്രൂഡിങ് ഫോർഹെഡ്, ഷൈനി സ്കാൽപ്പ്, പ്രോമിനൻറ്റ് സ്കാൽപ്പ് വെയിൻ ഒക്കെ എടുത്ത് കാണിക്കും. പിന്നെ നമ്മുടെ ഈ ഹെഡ് പെർക്കഷൻ ചെയ്യുമ്പോൾ ക്രാക്ഡ് പോട്ട് സൗണ്ടൊക്കെ കാണിക്കും. പിന്നെ ട്രാൻസ് ഇലുമിനേഷൻ ഈസ് പോസിറ്റീവ് ഇൻ സച്ച് പേഷ്യൻസ്. പിന്നെ വരുന്നതാണ് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ വിത്ത് പാപ്പിലഡീമ, സ്പാസിറ്റി, അറ്റാക്സിയ, യോനോ ഇൻകോണ്ടിനൻസ്, പ്രോഗ്രസീവ് ഡിറ്റീരിയോറേഷൻ ഓഫ് മെന്റൽ ആക്ടിവിറ്റി സാധാരണ കുറയാൻ തുടങ്ങും. ഇൻക്രീസ്ഡ് ICPയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നോസിയ, വോമിറ്റിംഗ്, റെസ്റ്റ്ലെസ്നെസ്, ഇറിറ്റബിലിറ്റി, ഹൈ പിച്ച്ഡ് ഷ്രിൽ ക്രൈ ആയിരിക്കും ഇൻഫൻസിൽ. റെഗുലർ ആൻഡ് ഡിക്രീസ്ഡ് റെസ്പിറേഷനും ഡിക്രീസ്ഡ് പൾസും കാണിക്കുന്നുണ്ട്. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചറും പിന്നെ ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും, കൺവൽഷൻസ്, ലെതർജി, സ്റ്റൂപ്പർ, കോമ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഓൾഡർ ചിൽഡ്രനിലാണെങ്കിൽ ഹെഡ് ഏക്ക്, ലെതർജി, ഫെറ്റീഗ്, എപ്പതി, പേഴ്സണാലിറ്റി ചേഞ്ചസ്, വിഷ്വൽ പ്രോബ്ലംസ് ഒക്കെ കാണുന്നുണ്ട്. ഇനി അടുത്തത് ഡയഗ്നോസിസ് ആണ്. ഇതിൽ വരുന്നത് ഫിസിക്കൽ എക്സാമിനേഷനും ന്യൂറോളജിക്കൽ അസസ്മെന്റ്, ഹെഡ് സർക്കംഫറൻസ് മെഷർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു പിടി കിട്ടും ഇത് ഹൈഡ്രോസെഫാലസ് തന്നെയാണെന്ന്. പിന്നെ പോസിറ്റീവ് ട്രാൻസ് ഇലുമിനേഷൻ കാണിക്കുന്നുണ്ടോ ഇൻഫൻസ് ഹെഡ് എന്ന് നോക്കുക. ടിപ്പിക്കൽ ക്രാക്ഡ് പോട്ട് സൗണ്ട് ഓഫ് ദ സ്കൾ ബോൺ ഉണ്ടോ നോക്കുക. ഒഫ്താൽമോസ്കോപ്പി നോക്കാം. പിന്നെ MRI, CT, ക്രേനിയൽ അൾട്രാസോണോഗ്രഫി, എക്സ്റേ, സ്കളൊക്കെ ചെയ്യാം. നമുക്കിനി മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. ഇതിൽ വരുന്നതാണ് ഇൻക്രീസ്ഡ് ICP കുറക്കാൻ വേണ്ടിയിട്ട് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാം. പിന്നെ CSF പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അസെറ്റാസോളമൈഡ് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയിൽ ഗ്ലിസറോൾസ്, ഐസോസോർബൈഡ് ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ സർജിക്കൽ മാനേജ്മെന്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില കേസസ് ആണ് ഒബ്സ്ട്രക്റ്റീവ് ഹൈഡ്രോസെഫാലസ്, ഇൻ റാപ്പിഡ് എൻലാർജ്മെന്റ് ഓഫ് ഹെഡ്, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇൻക്രീസ്ഡ് ICP ഒക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് സർജിക്കൽ മാനേജ്മെന്റ് ഇൻഡിക്കേറ്റഡ് ആണ്. ഇതിലെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് വെൻട്രിക്കുലോസ്റ്റമിയും കോവിഡ് പ്ലക്സെക്ടമി. പിന്നെ സർജിക്കൽ ഷൺസ് കൊടുക്കാവുന്നതാണ്. ഇൻട്രാക്രേനിയലും എക്സ്ട്രാക്രേനിയലും ഷൺസ് ഉണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് എക്സ്ട്രാക്രേനിയൽ ഷണ്ടാണ് വെൻട്രിക്കുലോ പെരിറ്റോണിയൽ ഷണ്ട്, അതായത് വെൻട്രിക്കും പെരിറ്റോണിയും കൂടി ബന്ധിപ്പിക്കുന്ന ഷണ്ടാണിത്. പിന്നെ വെൻട്രിക്കുലോ ആട്രിയൽ ഷണ്ട് ഉണ്ട്, വെൻട്രിക്കുലോ പ്രിയോൽ ഷണ്ട് ഉണ്ട്, വെൻട്രിക്കുലോ ഗാൾ ബ്ലാഡർ ഷണ്ടൊക്കെ ഉണ്ട്.
പിന്നെ ഇൻട്രായൂട്രൈൻ സർജിക്കൽ ഇൻ്റർവെൻഷൻ അത്ര. അടുത്തത് തന്നെ നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ്. ഓരോ ഡയഗ്നോസിസ് നോക്കാം. നഴ്സിംഗ് ഡയഗ്നോസിസ് ഫസ്റ്റ് വൺ ഈസ് ആൾട്ടേർഡ് സെർബ്രൽ ടിഷ്യൂ പെർഫ്യൂഷൻ റിലേറ്റഡ് ടു ഇൻക്രീസ്ഡ് ICP. സെർബ്രൽ ടിഷ്യൂയുടെ പെർഫ്യൂഷൻ ആൾട്ടർ ആവുന്നത്. ആൾട്ടേർഡ് ന്യൂട്രീഷൻ ലെസ് ദാൻ ബോഡി റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു റെഡ്യൂസ്ഡ് ഓയിൽ ഇൻടേക്ക് ആൻഡ് വോമിറ്റിംഗ്. നേരത്തെ നമ്മൾ വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന പറഞ്ഞല്ലേ. പിന്നെ ഫോർ ഇമ്പയർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി റിലേറ്റഡ് ടു എൻലാർജ്ഡ് ഹെഡിങ്ങനെ വലുതായി വരുമ്പോൾ സ്കിന്നിൻ്റെ ഇൻറ്റഗ്രിറ്റീനെ ബാധിക്കും. പിന്നെ ആൻസൈറ്റി റിലേറ്റഡ് ടു അബ്നോർമൽ കണ്ടീഷൻ ആൻഡ് സർജിക്കൽ ഇൻ്റർവെൻഷൻസ്. അതായത് ഈ കണ്ടീഷൻസ് ഇൻ്റർവെൻഷൻസ് ഒക്കെ കാരണം ആൻസൈറ്റി കൂടും. റിസ്ക് ഫോർ ഇൻഫെക്ഷൻ റിലേറ്റഡ് ടു ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഫെക്റ്റിംഗ് ഓർഗാനിസം ത്രൂ ദി ഷണ്ട്. അതായത് ഈ ഷണ്ട് വഴി ഇൻഫെക്റ്റീവ് ഓർഗാനിസംസ് ഒക്കെ ആയിട്ട് ഈ ഒരു ഇൻഫെക്ഷനുള്ള റിസ്ക് കൂട്ടും. പിന്നെ റിസ്ക് ഓഫ് ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ് റിലേറ്റഡ് ടു CSF ഡ്രെയിനേജ്. പിന്നെ വരുന്നതാണ് ഇൻഫെക്റ്റീവ് ഫാമിലി കോപ്പിംഗ് റിലേറ്റഡ് ടു ലൈഫ് ത്രെറ്റനിങ് പ്രോബ്ലംസ് ഓഫ് ഇൻഫൻസ്. അതായത് ഫാമിലി കോപ്പിങ്ങിലുള്ള പ്രോബ്ലംസ്, അവർക്ക് ടെൻഷൻ ആൻസൈറ്റി ഒക്കെ ഉണ്ടാക്കും. സെർബ്രൽ പെർഫ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻക്രീസ്ഡ് ICP മാനേജ് ചെയ്യണം. ഇതിൽ വരുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡ്രഗ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ട്രീറ്റ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഇപ്പോൾ ഷണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കെയർ ചെയ്യണം, സ്പെഷ്യൽ കെയർ കൊടുക്കണം. ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോനെറ്റ്സിനും 6 മാസം വരെ പ്രായമുള്ള ഇൻഫൻസിനും ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. പിന്നെ ചിൽഡ്രൻ ആണെങ്കിൽ, ഓൾഡർ ചിൽഡ്രൻ ആണെങ്കിൽ അവർക്ക് സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക. പിന്നെ അവർ സെമി സിറ്റിംഗ് പൊസിഷനിൽ ഇരുത്തിയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്കിൻ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ തലയുടെ അടിയിൽ ഫേം ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള തലയിണകൾ വെച്ച് കൊടുക്കുക. പിന്നെ ഫ്രീക്വൻറ്റ് ചേഞ്ച് പൊസിഷൻ കൊടുക്കുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ കൊടുക്കുക ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ റെഡ്യൂസിങ് പാരൻ്റൽ ആൻസൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ കണ്ടീഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. പിന്നെ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസെപ്റ്റിക് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഫ്രീക്വൻ്റ് ആയിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക ഈ കെയർ ഗിവേഴ്സ്. പിന്നെ മെയിൻറ്റെയിനിങ് ജനറൽ ക്ലീൻനെസ്. പിന്നെ ഗിവിങ് ഐ കെയർ ആൻഡ് മൗത്ത് കെയർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻറ്റിബയോട്ടിക്സ് ഈഫ് പ്രിസ്ക്രൈബ്ഡ്. പിന്നെ മെയിൻറ്റെയിൻസ് ഓഫ് ഫ്ലൂയിഡ് ബാലൻസ് ആണ്. IV ഫ്ലൂയിഡ് തെറാപ്പി, ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട്, നാസോഗാസ്ട്രിക് ട്യൂബ് ഫീഡിങ്, ഓയിൽ ഫീഡിങ്. അത് ഏതാണെന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് സീഷേഴ്സ്, ഹെർണിയേഷൻ ഓഫ് ബ്രെയിൻ, പെർസിസ്റ്റൻറ്റ് ഇൻക്രീസ്ഡ് ICP, ഡെവലപ്മെൻറ്റൽ ഡിലേസ്, ഇൻഫെക്ഷൻസ്, ന്യൂറോളജിക്കൽ ഡിഫക്ട്സ്, മോട്ടോർ ആൻഡ് ഇൻ്റലക്ച്വൽ ഹാൻഡിക്യാപ്സ്, വിഷ്വൽ പ്രോബ്ലംസ് ഒക്കെ. പിന്നെ അഗ്രസീവ് ഡിലിക്വൻറ്റ് ബിഹേവിയർ ഒക്കെ കാണിക്കും. സോ ഇതൊക്കെയാണ് ഈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.